അതുപോലെ തന്നെ 2024 ഇക്കപ്പോത്തിന് നമുക്കും വളരെയധികം സന്തോഷം തന്ന ഒരു വർഷമായിരുന്നു. കുറേയധികം പടങ്ങൾ നല്ലൊരു പെർഫോമൻസ് കാണാൻ വേണ്ടി പറ്റി, പീക്ക് ലെവൽ പെർഫോമൻസ് കാണാൻ വേണ്ടി പറ്റി. അതുപോലെ തന്നെ 2025 തുടക്കം രേഖാചിത്രത്തിലൂടെ വീണ്ടും നല്ലൊരു വിജയം നമുക്ക് കാണാൻ വേണ്ടി പറ്റട്ടെ, നല്ല രീതിയിൽ ആഗ്രഹിക്കുന്നത്. അതുപോലെ തന്നെ എനിക്കിപ്പോ ഒരു കാര്യം ചോദിക്കാനുള്ളത് വെച്ചാല്, ഇപ്പം ആക്ഷൻ മാസ് പടങ്ങളാണല്ലോ ഇപ്പം പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ടിക്കി ടാക്കിയിലൂടെ നമുക്ക് അത്ര വലിയൊരു ഹിറ്റ് നമുക്ക് പ്രതീക്ഷിക്കാൻ ടിക്കറ്റാക്കിലുള്ള ഒരു വലിയ ആക്ഷൻ സിനിമ കാണാൻ പറ്റും, വലിയൊരു ആക്ഷൻ ഒരു വലിയ ഹിറ്റ് കാണാൻ പറ്റും എന്നുള്ളത് സിനിമ തിയേറ്റേഴ്സിൽ വന്നതിന് ശേഷം മാത്രമേ എനിക്ക് ഗ്യാരണ്ടി തരാൻ പറ്റുള്ളൂ. പക്ഷെ ഞാൻ എൻ്റെ 100% ഞാൻ കൊടുക്കുന്ന ഒരു സിനിമയാണ്. ഞാൻ അതിനുവേണ്ടി മാക്സിമം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, അതിൻ്റെ ഒരു ഷെഡ്യൂള് ഷൂട്ട് തുടങ്ങി എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ളൊരു വലിയ ബോഡി ട്രാൻസ്ഫോർമേഷൻ ഒക്കെ ചെയ്തിരിക്കുന്ന സമയത്താണ് ആക്സിഡന്റ് ആയത്. പിന്നെ ഒരു 3-4 മാസം ഞാൻ വീൽ ചെയറിലായിരുന്നു. അപ്പൊ അത് കഴിഞ്ഞ് ഒരു കംപ്ലീറ്റ് ഫിസിക്കൽ റിക്കവറിയിലേക്ക് എത്തുന്നതേ ഉള്ളൂ. ഇപ്പം ഇനി അടുത്ത ഷൂട്ട് തുടങ്ങാൻ പോകുന്നത് ജിത്തു ജോസഫ് സാറിന്റെ ഒരു ഫിലിമാണ്. ഇന്ന് രാവിലെ പോസ്റ്റേഴ്സ് നിങ്ങൾ എല്ലാവരും കണ്ടു, മിറാഷ്. അപ്പൊ ആ ഷൂട്ട് കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം ടിക്കി ടാക്ക ജോയിൻ ചെയ്യും. എന്റെ ഏറ്റവും നല്ല സിനിമകൾ ചെയ്തൊരു സംവിധായകനാണ് രോഹിത്. അപ്പോൾ ഞാനും ഭയങ്കര എക്സൈറ്റ്മെന്റിൽ തന്നെ ഇരിക്കുന്നതാണ്. ഉടനെ പ്രതീക്ഷിക്കാം. സന്തോഷമുള്ളൂ. പിന്നെ ഇനിയുണ്ട് കേട്ടോ കഥകള്. ഇവരൊക്കെ എന്നോട് ചോദിക്കുന്നു, ജോർജ് കുട്ടിയുടെ കേസ് ഗിരി അന്വേഷിക്കാൻ പറ്റുമോ? അല്ല, ജോർജ് കുട്ടിയുടെ കാര്യത്തിന് തന്നെ ഒരു തീരുമാനമായിട്ടില്ല, അതിനൊരു തീരുമാനമായിട്ട്. ഒരു ചെറിയൊരു എക്സ്ക്ലൂസീവ് ന്യൂസ് ഞാൻ ഒന്ന് പൊട്ടിച്ചോട്ടേക്കാം. ചാക്കോച്ചനായിട്ട് ഇനി അടുത്തത് എന്താണ് പരിപാടി? പ്ലീസ്, ഈ ന്യൂസ് ഇവളിത് എങ്ങനെ അറിഞ്ഞു എന്നായിരിക്കും ഇക്ക ഇപ്പോ ആലോചിക്കുന്നത്. ആ ഒരു സൂപ്പർ ഡയറക്ടറുടെ പേര് എന്താണ് സംഭവം എന്ന് നമ്മളല്ലേ അത് ആദ്യം അറിയേണ്ടത്. ആസിഫ് അലിയുടെ ഒരു ഫാൻസ് അസോസിയേഷൻ എന്ന രീതിയിൽ അല്ലേ ഗൈസ്? അപ്പൊ ഒരു ബിഗ് ന്യൂസ് ഇക്ക ഇവിടെ പറയണ്ടേ? പ്ലീസ്. ചാക്കോച്ചനായിട്ടൊരു സിനിമ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അത് പക്ഷെ അതിന്റെ ഒരു ഒഫീഷ്യൽ അനൗൺസ്മെന്റ് വരുന്നത് തന്നെയാണ് അതിന്റെ ഒരു രസം. അല്ല, അത് ചാക്കോച്ചന്റെ കൂടെ പെർമിഷൻ ഇല്ലാതെ ഞാനത് പറയുന്നത് ഒരു മര്യാദയായിരിക്കില്ല. അതിന്റെ സംവിധായകൻ അതിന്റെ ഫൈനൽ എല്ലാ ഡേറ്റ്സ് എല്ലാം സോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഉടനെ സംഭവിക്കും. ഒരു വലിയ സിനിമയാണ്. ഒത്തിരി എക്സൈറ്റ്മെന്റ്. ഞാൻ കുറെ നാള് ഒരു സമയത്ത് ചാക്കോച്ചന്റെ കൂടെ തന്നെയായിരുന്നു എന്റെ യാത്ര. ഈ 7 ചെയ്യുന്ന സമയത്തും ട്രാഫിക് ചെയ്യുന്ന സമയത്തും ഒക്കെ ഉണ്ണി ഈ പറഞ്ഞ ഫീൽഡില് ഞാനായിരുന്നു ഉണ്ടായിരുന്നത്. ചാക്കോച്ചന്റെ ഇടക്കിടക്ക് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഭയങ്കര ഡിയറസ്റ്റ് ആയിട്ടുള്ള ഒരു കോസ്റ്ററാണ്. അപ്പൊ ചാക്കോച്ചന്റെ കൂടെ ഒരു വലിയ ഗ്യാപ്പ് വന്ന് പിന്നെ അത് സംഭവിക്കാൻ പോവാണ്. ഉടനെ ആ സിനിമ ഷൂട്ടിംഗ് ആരംഭിക്കും. പ്രോബ്ലി ഈ വർഷത്തെ സെക്കൻഡ് ഹാഫിലായിരിക്കും അത്. അതിന്റെ എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാലോ. അങ്ങനെ വരുന്ന ആക്ടേഴ്സ് ഒരുപാടുണ്ട്. അപ്പം ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്ത ആൾ വരുന്നത് ഇങ്ങനെ സ്റ്റാർ ആവുന്നു, അല്ലെങ്കിൽ നമ്മൾ ഇഷ്ടപ്പെടുന്നു എന്ന് പറയുന്ന ഒരു സംഭവം കാണുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള മീൻ ആസിക്കിന് ഇഷ്ടമില്ലാതെ ആരുണ്ടാകുന്ന ഉറപ്പല്ലേ? വേണ്ട. എന്നാലും എക്സാക്ട്ലി വാട്ട് ഈസ് യുവർ ഫീലിംഗ്? ആ ഒരു എന്താ പറയാ സൈഡ് റോൾ എന്ന ജൂനിയർ ആർട്ടിസ്റ്റിന് ഇപ്പതാ ഈ ഒരു വേദിയിൽ അദ്ദേഹത്തിന്റെ ഒപ്പം ഇരുന്ന് നല്ലൊരു വേഷം ചെയ്തിട്ട് അദ്ദേഹത്തിൽ നിന്ന് തന്നെ ഒരു കോംപ്ലിമെന്റ് വാങ്ങിയിരിക്കുകയാണ്. ഉണ്ണിലാലിന് ആദ്യം ഒരു കൈയ്യടി കൊടുക്കാം, എന്നിട്ട് ഉണ്ണിലാലിന്റെ ഉത്തരം നോക്കി കേൾക്കാം. എന്താ പറഞ്ഞേ? എനിക്കറിയാം ക്ലൗഡ് 9 ഫീലിംഗ് ആണെന്ന്. പക്ഷെ എന്നാലും ഇപ്പൊ അദ്ദേഹത്തിന്റെ ഒപ്പം ഈ ഒരു സ്റ്റേജ് ഷെയർ ചെയ്യുമ്പോൾ ആ ജൂനിയർ ആർട്ടിസ്റ്റ് എന്നുള്ള ഒരു ഗ്രോത്ത് ആണ് നമ്മൾ ആലോചിച്ചത്. ഒരുപാട് പേർക്ക് നിങ്ങളൊരു മോട്ടിവേഷൻ ആവാം. സത്യം പറഞ്ഞ ഒരുപാട് സന്തോഷമുണ്ട്. ഞാൻ അവിടെ നിന്ന് ഇരിക്കുന്നു, ഇങ്ങനെ സംസാരിക്കാൻ പറ്റുന്നു, ഇങ്ങനെ സംസാരിക്കാൻ പറ്റുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. ദിസ് ഈസ് സീരിയസ്ലി എനിക്കറിയാം. ഞാൻ ഇങ്ങനെ സംസാരിക്കാൻ പൊതുവേ വളരെ പൊതുവായി. എന്താ മീനാക്ഷിക്ക് അറിയാം. ഐ തിങ്ക് ഞാനിപ്പോ വേറൊരു ഫീലിലാണ് ഇപ്പൊ ഇരിക്കണേ. എനിക്ക് ഭയങ്കര സന്തോഷം. ആസിക്ക ഓരോ സമയത്ത് എന്നോട് ഞാൻ അങ്ങനെ വിചാരിക്കും, അന്ന് ഫസ്റ്റ് കണ്ട് സംസാരിച്ചല്ലോ നമ്മൾ, അപ്പൊ തന്നെ ഞാൻ അയ്യൻ്റെ അമ്മേ അങ്ങനെയായിരുന്നു. ഇപ്പൊ എനിക്ക് ഭയങ്കര പ്രൗഡ് തോന്നുന്നു, ഭയങ്കര സന്തോഷം തോന്നുന്നു. താങ്ക്സ് ടു ഗോഡ്. പിന്നെ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവരോടും